വയനാട്ടിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്താത്തതുകൊണ്ടാണോ കേന്ദ്ര സഹായം നൽകാത്തതെന്ന് ടി സിദ്ദിഖ് എം.എൽ.എ. പ്രധാനമന്ത്രി എത്തിയ വയനാട്ടിൽ സഹായം നൽകുന്നില്ല. ഇവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമാണോ വയനാടിനോടുള്ള അവഗണനയ്ക്ക് കാരണം? വയനാടിന് സഹായം നൽകിയില്ലെങ്കിൽ വലിയ സമര പോരാട്ടങ്ങളുമായി കോൺഗ്രസ് മുന്നോട്ട് പോകുമെന്നും ടി സിദ്ദിഖ് പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ സന്ദർശനം പുനർനിർമ്മാണ പ്രക്രിയയിൽ വലിയ അളവിൽ നമ്മളെ സഹായിക്കും എന്നുള്ളതായിരുന്നു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. മനുഷ്യത്വരഹിതവും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതുമായിട്ടുള്ള സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. ഇനി ഏതെങ്കിലും സമയത്ത് ഇവർ തന്നാൽ, വൈകി എത്തുന്ന നീതിയല്ല. ഏതെങ്കിലും സമയത്ത് കൊടുത്താൽ ആ കൊടുക്കൽ നീതിപൂർവമാകില്ല. ആഭ്യന്തരമന്ത്രി അമിത്ഷാ പോയടുത്തൊക്കെ പണം കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഒരു അസസ്മെൻ്റ്. പ്രധാനമന്ത്രി വന്നിടത്ത് പണം കിട്ടിയില്ല. ഇവർ തമ്മിലുള്ളതായിരിക്കുന്ന അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിലാണോ? അമിത്ഷാ വന്നാൽ പണം കൊടുക്കും, പ്രധാനമന്ത്രി വന്നാൽ പണം കൊടുക്കില്ല. ഇതെന്താണ് ഇതിൻ്റെ പ്രശ്നം? വയനാട്ടിലെ ജനങ്ങൾ ഇനിയൊരു പീഡനം അവർ സഹിക്കാൻ പാടില്ല. അവരുടെ കോമ്പൻസേഷൻ, അവരുടെ പുനരധിവാസ പ്രക്രിയ, അവരുടെ ജീവനോപാധിയിലേക്കുള്ള തിരിച്ചുപോക്ക്, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പഠനം, മക്കളുടെ വിദ്യാഭ്യാസം, പൊതുവിദ്യാഭ്യാസം, അവരുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന അവിടെ കിടപ്പ് രോഗികളുണ്ട്, അവിടെ തീരാ ദുരിതത്തിലൂടെ പോകുന്ന മറ്റ് ക്യാൻസർ രോഗികളടക്കമുള്ള രോഗികളുണ്ട്. അങ്ങനെ തുടങ്ങി വൈവിധ്യമുള്ള പ്രശ്നങ്ങളെ നേരിടുകയാണ് അവർ. തുടക്കത്തിൽ റിലീഫ് ക്യാമ്പിലായിരുന്ന സമയത്ത് അവിടെ എല്ലാവരെയും കണ്ട് സംസാരിച്ച് അവിടെ കുറേ വേദനകൾ മറക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡാണ്. എന്താ കാരണം എന്ന് ചോദിച്ചാൽ, ഓരോ സ്ഥലത്തേക്ക് അവർ പറിച്ചു മാറ്റപ്പെട്ടു. അവിടെ അവർ ഒറ്റക്കാണ് ജീവിക്കുന്നത്. സാമൂഹ്യപരമായിട്ടുള്ള ബന്ധം പോലും കുറവാണ്. അവർ നേരിടുന്ന പ്രശ്നങ്ങൾ വിരഹത്തിൻ്റെ, നഷ്ടത്തിൻ്റെ, കുടുംബനാഥൻ, ഉപ്പ, ഉമ്മ, അച്ഛൻ, അമ്മ, സഹോദരി, സഹോദരന്മാർ, ഇവരൊക്കെ കൂട്ടുകുടുംബം, സൗഹൃദങ്ങളൊക്കെ നഷ്ടത്തിൻ്റെ വേദനയിലൂടെ കടന്നു പോകുന്നവരാണ്. ഇവരെ ഒരു സ്ഥലത്തേക്ക് പുനരധിവസിപ്പിക്കാൻ സ്ഥലം പോലും ഏറ്റെടുത്തിട്ടില്ല ഇതുവരെ. 100 ദിവസം കഴിഞ്ഞു. അപ്പോൾ വളരെ ഗൗരവമായിട്ടുള്ള ഈ പ്രശ്നം പ്രിയങ്ക ഗാന്ധി പാർലമെൻറ്റിൽ ഉന്നയിക്കുന്ന കാര്യം ഉൾപ്പെടെ, ദേശീയ തലത്തിൽ ഉയർത്തിക്കൊണ്ടുവരാനുള്ള നടപടി ഉൾപ്പെടെ, സംസ്ഥാനതല പ്രക്ഷോഭം ഉൾപ്പെടെ എല്ലാം ഉണ്ടാവും.